ഈ സൈഡിൽ ഞാൻ ഒരു തവണ കണ്ടതാണ്. ഞാൻ വണ്ടി നിർത്തി ഒന്ന് വെള്ളമൊക്കെ കുടിച്ചു. രണ്ടാമത് പോകാനും വേണ്ടിയിട്ട് ഗ്ലൗ ഒക്കെ ഇടുന്ന സമയത്താണ് കണ്ടത്. ഇവിടെ ഇനി നിൽക്കുന്ന സേഫ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് വേഗം പോകും ഗൈസ്. ഞാൻ ആകെ ഒരൊറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇല്ല ഗൈസ്, കാണുന്നില്ല ഗൈസ്. പക്ഷെ ഒരു തവണ ഞാൻ കറക്റ്റ് കണ്ടതാണ്. അവിടെ എന്തോ ഉണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലത്തെ ഒക്കെ സൗണ്ട് ഉണ്ട്. വേറെ അവിടെ ഒന്നും സൗണ്ടും ഇല്ല. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ മലപ്പുറം ടൗണിലാണ് ഉള്ളത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ വണ്ടി എടുത്ത് ജസ്റ്റ് നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണല്ലോ. രാത്രി വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും തിരിയാം. ഒരു ഡെസ്റ്റിനേഷൻ വെക്കുമ്പോഴാണല്ലോ നമ്മൾ മാപ്പ് നോക്കി അല്ലെങ്കിൽ ബോർഡ് നോക്കി വഴി തെറ്റാതെ പോകേണ്ട ആവശ്യം. ഇത് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് വഴിയിലൂടെയും പോവാം. എവിടെ എത്തുന്നോ അവിടെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഏതാ നോക്കിയിട്ട് ആ ഡെസ്റ്റിനേഷൻ കാണാൻ പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വഴി തെറ്റാനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റൈഡിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ ഫോണിലേക്ക് ഒരു കോള്. എടാ, നിന്നെ വീട്ടിൽ നിൻ്റെ റൂമിൽ കാണുന്നില്ലല്ലോ, നീ എവിടെടാ? അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഞാൻ റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടോ? കൂടെ ആരുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ ഇടയിൽ നീ ചായ കുടിച്ചോടാന്ന് ചോദിച്ചു. ചായ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇല്ലാത്ത വായയിൽ കുടിച്ചോ എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ആദ്യം ഒരു ചായ കുടിച്ചിട്ട് ആ പറഞ്ഞെന്നോണ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എന്തായാലും ഇനി ഒരു ചായപ്പീടിയ ഫസ്റ്റ് നോക്കണം. ഒരു ചായ കുടിച്ചിട്ട് ഇനി നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യണുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ചായപ്പീടിയ ഏതാണോ ആ ചായപ്പീടിയയിൽ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് ഒരു ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും അയച്ചു കൊടുക്കും. ഒരു ചായപ്പീടിയ അന്വേഷിച്ച് നടന്നിട്ട് ഇപ്പോൾ ഒരു ചായപ്പീടിയ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് നേരമായി ഞാൻ ചായപ്പീടിയ അന്വേഷിച്ച് നടക്കുന്നു. ഇതുവരെയായിട്ടൊരു ചായപ്പീടിയും കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടിയും പോയി നോക്കാം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ചായപ്പീടിയ വീട് കിട്ടിയിട്ടില്ല. എന്നാ ഞാനൊരു ചായ കുടിക്കാം. എന്തായാലും പോയി നോക്കാം. അങ്ങനെ അവസാനം ഏതായാലും ഒരു ചായപ്പീടിയ കണ്ടേക്കാണ്. നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്നാലും മടിയില്ല. ഇവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോകണം. വില നടക്കാനൊന്നുമില്ല, തൊട്ട് ബാക്കിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതാണ് നല്ലത്. ഓക്കെ, ചായ കുടിച്ചിട്ട് കാണാം. അങ്ങനെ കടയിൽ പോയിട്ട് ഒരു ചായയും പറഞ്ഞു, 2 കടിയെടുത്തു. എന്നാൽ ഈ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ചായ കൊടുക്കത്ത ടേസ്റ്റ് കഴിച്ചു. അപ്പം രണ്ടാമത് വേറെ ഒരു ചായ പറഞ്ഞു, വേറെയും 2 കടിയെടുത്തു. അങ്ങനെ വയറ് നിറഞ്ഞു. നമ്മൾ രണ്ടാമത് പിന്നെ വണ്ടി ഓടിക്കാണ്. ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. 2 ചായ കുടിച്ച്, പ്രത്യേകിച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ ചായ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഹാപ്പി. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് നമ്മളെ പ്ലാനിങ്. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക.
അപ്പോൾ ഒരു കല്യാണക്കപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്.